ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ യുവതിക്കെതിരെ പോലീസ് കേസെടുത്തു. ഷിംജിത മുസ്തഫയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത്. ദീപകിന്റെ കുടുംബം നൽകിയ പരാതിയിലാണ് നടപടി. ബസ് യാത്രയ്ക്കിടെ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് ദൃശ്യങ്ങൾ പകർത്തി വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിലാണ് യുവതിക്കെതിരെ കേസെടുത്തത്. ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് മുൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് അംഗമായ ഷിംജിത മുസ്തഫയ്ക്കെതിരെ ചുമത്തിയത്. ദീപകിന്റെ മരണം അന്വേഷിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് ഷിംജിതക്കെതിരെ കേസെടുത്തത്. ദീപകിന്റെ കുടുംബം നൽകിയ പരാതിയിൽ യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ദീപകിന്റെ അച്ഛൻ, അമ്മ, സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്നും മൊഴിയെടുത്തു. ഇനി ഒരാൾക്കും ഈ അവസ്ഥ വരരുതെന്ന് അച്ഛൻ ചോയി പറഞ്ഞു. നിയമപരമായി ഒരു നല്ല ശിക്ഷ കൊടുക്കും, അതാ വേണ്ടത്. ഇനി എങ്ങനെ വേറെ ഒരു എൻ്റെ മോനെ പോയി ഇനി വേറെ ഇതേമാതിരി അച്ഛനമ്മയും ഇതേമാതിരി കുട്ടിക്ക് അനുഭവം വരാൻ പാടില്ല. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും അന്വേഷണത്തിന് ഉത്തരവിട്ടു. വിഷയം നോർത്ത് സോൺ DIG അന്വേഷിച്ച് ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകാനാണ് കമ്മീഷൻ ഉത്തരവ്. ഞായറാഴ്ച രാവിലെയാണ് ഗോവിന്ദപുരം സ്വദേശിയായ ദീപകിനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബസ് യാത്രയ്ക്കിടെ ദീപക് ശരീരത്തിൽ സ്പർശിച്ചുവെന്നാരോപിച്ച് ബസ്സിലെ ദൃശ്യങ്ങളടക്കം യുവതി സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.